നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ. ഇവിടെ വേദാഭ്യാസനാൽ വിരചിതമായ ഭഗവത്ഗീതയിലെ സാഖ്യയോഗത്തിലെ 42, 43, 44 ശ്ലോകങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ആദ്യം നമുക്ക് ശ്ലോകം ചൊല്ലിക്കൊണ്ട് ആരംഭിക്കാം. യാമിമാം പുഷ്പിതാം വാചം പ്രവദന്ത്യവിപശ്ചിതഃ വേദവാദരതാ പാർത്ഥ നാന്യതസ്ഥീതിവാദിനഃ കാമാത്മാനഃ സ്വർഗപരാഃ ജന്മകർമ്മഫലപ്രദാം ക്രിയാവിശേഷബഹുളാം ഭോഗൈശ്വര്യപ്രസക്താനാം തയാപഹൃതചേതസാം വ്യവസായാത്മികാ ബുദ്ധിഃ സമാധൗ ന വിധീയതേ. ഇനി അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. യാം ഇമാം പുഷ്പിതാം വാചം പ്രവദന്തി അവിപശ്ചിതഃ വേദവാദരതാഃ പാർത്ഥ ന അന്യത് അസ്തി ഇതി വാദിനഃ കാമാത്മമാനഃ സ്വർഗപരാഃ ജന്മകർമ്മഫലപ്രദാം ക്രിയാവിശേഷബഹുലാം ഭോഗൈശ്വര്യഗതിം പ്രതി ഭോഗൈശ്വര്യപ്രസക്താനാം തയാ അപഹൃതചേതസാം വ്യവസായാത്മികാ ബുദ്ധിഃ സമാധൗ ന വിധീയതേ. ഇനി അടുത്തതായി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ഹേ പാർത്ഥ, വേദവാദരതാഃ അന്യത് ന അസ്തി ഇതി വാദിനഃ കാമാത്മനഃ സ്വർഗപരാഃ അവിപശ്ചിതഃ ഭോഗൈശ്വര്യഗതിം പ്രതി ജന്മകർമ്മഫലപ്രദാം ക്രിയാവിശേഷബഹുലാം യാം ഇമാം പുഷ്പിതാം വാചം പ്രവദന്തി ഭോഗൈശ്വര്യപ്രസക്താനാം സമാധൗ വ്യവസായാത്മിക ബുദ്ധിഃ ന വിധീയതേ. പ്രസ്തുത 3 ശ്ലോകങ്ങളിലൂടെ വേദത്തിലെ കർമ്മകാണ്ഡത്തിലുള്ള കാമ്യകർമ്മങ്ങളെയാണ് ഇവിടെ ഭഗവാൻ പരാമർശിക്കുന്നത്. അല്ലയോ അർജുന, വേദത്തിൻ്റെ അർത്ഥവാദങ്ങളിൽ മാത്രം തൽപരരും അതിനപ്പുറം മറ്റൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നവരും വാദിക്കുന്നവരും കാമികളും വേദത്തിൽ പറയുന്ന സ്വർഗപ്രാപ്തിയാണ് പരമലക്ഷ്യമെന്ന് കരുതുന്നവരുമായ മൂഢന്മാർ ഭോഗൈശ്വര്യങ്ങൾ ലഭിക്കുവാൻ വേണ്ടി പലതരം ക്രിയാവിശേഷങ്ങളെപ്പറ്റി പല രീതിയിലുള്ള നിഷ്ഫലങ്ങളായ സുന്ദര വാക്കുകൾ പറയുന്നു. അവർ അമിതാസക്തരാണ്. ഭോഗൈശ്വര്യ സുഖങ്ങളിൽ മാത്രം അങ്ങേയറ്റം തൃഷ്ണയുള്ള ആസക്തിയുള്ള അവർക്ക് നിശ്ചയദാർഢ്യമോ ഏകാഗ്രമായ ബുദ്ധിയോ ഉണ്ടാകില്ല. ഇതാകുന്നു പ്രസ്തുത ശ്ലോകങ്ങളുടെ സാരം. നമസ്തേ.